സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷത്തിനുണ്ടായ ആ ഒരു നട്ടലൊടിഞ്ഞു വീണ തോൽവിക്ക് ശേഷം പിണറായി വിജയൻ എന്ന CPM-നകത്തും പുറത്തും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയുടെ വായുമൂടെ കെട്ടപ്പെട്ടിരിക്കുന്നു, കയ്യും കാലും വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെല്ലാം മാറിയിരിക്കുന്നു. സ്വന്തം വോട്ടിൻ്റെ കൂടെ ബലത്തിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായി ആ സ്ഥാനം അദ്ദേഹം ചോദിച്ചു മേടിക്കുകയായിരുന്നു. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലും സംസ്ഥാന സമിതിയിലുമെല്ലാം പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ രാപ്പകൽ എതിർ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. സ്വന്തം പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കാത്ത ആളുകൾ, മുഖത്ത് നോക്കി സംസാരിക്കാത്ത ആളുകൾ, തിരുവായ്ക്ക് എതിർവായില്ലാത്ത രീതിയിൽ പിണറായി വിജയനോട് വാക്കൈ പൊത്തി നിന്നിരുന്ന ആളുകൾ പിണറായി വിജയനോട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിച്ചുകൂടെ എന്ന് മുഖത്തേക്ക് വിരൽ ചൂണ്ടി പരസ്യമായി സഭയിൽ വെച്ച് കയർക്കുന്ന സ്വരത്തിൽ സംസാരിക്കുന്നത് നാം കണ്ടു. പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ സഭാംഗത്തെ വിലക്കുന്നതും കണ്ടു. ഒരു മുതിർന്ന നേതാവായിരുന്ന ആൾ, 2 വട്ടം മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളോട് നിങ്ങളുടെ പാർട്ടിക്കാരനായാൽ പോലും അത്തരത്തിൽ പെരുമാറാൻ പാടില്ല, ഒരു ബഹുമാനമൊക്കെ കൊടുക്കണം എന്ന് സ്പീക്കർ തന്നെ പറയുന്ന കാര്യം നമ്മൾ കണ്ടു. ഈ ഒരു സാഹചര്യത്തിൽ വീണ വിജയൻ എന്ന പിണറായി വിജയൻ്റെ മകൾക്കെതിരെ നടക്കുന്ന എക്സാലോജിക് CMRL കേസുമായി ബന്ധപ്പെട്ട കേസിൽ ED അവരെ 2 വട്ടം ചോദ്യം ചെയ്തു കഴിഞ്ഞു. 2 വട്ടം അവരുടെ വീട്ടിൽ റെയ്ഡ് ചെയ്തു കഴിഞ്ഞു. അവരുടെ ബാങ്ക് പാസ്ബുക്ക് കണ്ടുകെട്ടി 19 കോടി രൂപ ഫ്രീസ് ചെയ്തിരിക്കുന്നു. ഇനിയും ചോദ്യം ചെയ്യലിന് അവരെ വിളിച്ചു വരുത്തും എന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് നിയമ നടപടികളിലേക്ക് നീങ്ങും, അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ പിണറായിക്ക് വീണ്ടും കൂനിന്മേൽ കുരുക്കാകുന്നു. ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി വരുന്നു. പിണറായി വിജയൻ നയതന്ത്ര ബാഗേജ് വഴി 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ സ്വപ്ന സുരേഷ് എന്ന കോൺസുലേറ്റ് ജീവനക്കാരി കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ്, 5 ദിവസങ്ങൾക്ക് മുമ്പ് വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നു. ലൈഫ് മിഷൻ കോഡ് കേസുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ നൽകിയിരിക്കുന്നു. അവർ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം സ്വർണ്ണക്കള്ളക്കടത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്ന പങ്കിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ ഇനിയും പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് CPM-ന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പോളിറ്റ് ബ്യൂറോയിലും ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-ൻ്റെ ദേശീയ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകളുടെ ഒരു അണിയിൽ P. രാജീവ്, പുത്തലത്ത് ദിനേശൻ അടക്കമുള്ള ആളുകൾ ഒരു അച്ചുതണ്ടായി രൂപം കൊണ്ട് പിണറായി വിജയനെതിരെ തിരിയുന്ന കാഴ്ച കാണുന്നു. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവിന് ഇനി CPM-നകത്ത് എന്ത് പ്രസക്തി? എപ്പോൾ വേണമെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ചോദിച്ചു വാങ്ങാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പിണറായി വിജയനുമായി പല കേസുകളുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെയും നിയമപോരാട്ടം നടത്തിയിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് ഈ ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ വടക്കാഞ്ചേരി പ്രളയത്തിലുണ്ടായിട്ടുള്ള പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി ഫ്ലാറ്റ് ഉണ്ടാക്കാമെന്നുള്ള രൂപത്തിൽ ദുബായ് UAE കേന്ദ്രീകരിച്ച് അവിടെയുള്ള ഒരു സന്നദ്ധ സംഘടന, റെഡ് ക്രസൻറ്റ് അല്ല, അവിടെ നിന്നുള്ള ഒരു സന്നദ്ധ സംഘടന ഇവിടേക്ക് റെഡ് ക്രസൻറ്റ് എന്ന സംഘടന ഇവിടേക്ക് 19 കോടി രൂപയാണ് കൊടുത്തതിന് വേണ്ടിയിട്ട്. ഈ പണം ആക്ച്വലി വരേണ്ടത് ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിലേക്കാണ്, അല്ലാതെ വേറൊരു സ്ഥലത്തേക്കും വരാൻ പറ്റില്ല. ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക അക്കൗണ്ട് വഴി FCRA പ്രകാരം ഒരു പ്രത്യേക അക്കൗണ്ട് വഴി വരികയാണ് ഈ ഫണ്ട് മേടിക്കേണ്ടത്, വിദേശ ഫണ്ട് മേടിക്കേണ്ടത്. ആ ഫണ്ട് ഇവിടെ യൂണിടെക് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് സന്തോഷ് ഈപ്പൻ്റെ പേരിലുള്ള ഒരു യൂണിടെക് എന്നുള്ള സ്ഥാപനത്തിലേക്ക് ആണ് വന്നത്. അത് വരാനുള്ള തീരുമാനമെടുത്ത ആരാണ്? പിണറായി വിജയൻ ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷനാണ്. അപ്പോൾ ആരാണ് അതിൻ്റെ യഥാർത്ഥ തെറ്റുകാരൻ, കുറ്റവാളി? പിണറായി വിജയനാണ്. ഇങ്ങനെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രി തീരുമാനമെടുത്ത ആ കാര്യത്തിൽ വിദേശത്ത് നിന്ന് വരുന്ന റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനം അയച്ചിട്ടുള്ള ഫണ്ട് ഇവിടേക്ക് ലൈഫ് മിഷൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രം പ്രത്യേക അക്കൗണ്ടായിട്ട് FCRA പ്രകാരം വരേണ്ട ഫണ്ട് മറ്റൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് അയക്കാൻ പാടില്ല. ആ അയച്ചതിലുള്ള ഫണ്ടിൽ 19 കോടിയിൽ 9 കോടി രൂപയും ഒരു കമ്മീഷൻ പങ്കുവച്ചു. അതിൽ വീണ വിജയൻ അടക്കമുള്ള ആളുകൾക്ക്
അതേപോലെ ശിവശങ്കറിനും അതേപോലെ ഓരോരുത്തരും വിഭജിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ഫണ്ടിൽ വീണ വിജയനുള്ള ഫണ്ടാണ് 1 കോടി രൂപ സ്വപ്ന സുരേഷിൻ്റെ അക്കൗണ്ടിൽ കടന്നിരുന്നത്. ഈ കാര്യം അവർ കൃത്യമായി മൊഴിയിൽ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഫണ്ട് വന്നതെന്നും ഇങ്ങനെയാണ് സംഭവങ്ങൾ നടന്നതെന്നും കൃത്യമായി പറയുന്നുണ്ട്. ലോക്കറിൽ വെച്ചത് തിരുവനന്തപുരത്തെ ബാങ്ക് ലോക്കറിലായിരുന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തീരുമാനമെടുത്ത ആരാണ്? പിണറായി വിജയനാണ്. ആരാണ് പ്രതി? പിണറായി വിജയനാണ്. പിണറായി വിജയൻ പ്രതിയെ സ്ഥാനത്ത് മാറ്റാൻ ഒരിക്കലും കഴിയില്ല. ഈ മറ്റുള്ള കേസിനേക്കാളൊക്കെ വളരെ വേഗത്തിൽ ഈ കേസിൽ തീരുമാനമെടുക്കാനും ഇമ്മീഡിയറ്റ് നടപടി എടുക്കാനും കഴിയാവുന്ന ഒരു സംഭവമാണ് ഈ കേസ്. അപ്പോൾ ഈ കേസിൽ നടപടി എടുക്കുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ശിവശങ്കറിനെ സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്തു. പിണറായി വിജയൻ എന്നിവരെ ചോദ്യം ചെയ്യൽ പോലും നടത്തിയിട്ടില്ല. അതായത് BJP ഗവൺമെൻറ്റും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര പ്രകാരം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ആശയം നടപ്പിലാക്കാൻ വേണ്ടി പിണറായി വിജയൻ ഏത് കള്ളത്തരം ചെയ്താലും വേണ്ടില്ല, തട്ടിപ്പ് നടത്തിയാലും വേണ്ടില്ല, കൊള്ള ചെയ്താലും വേണ്ടില്ല, ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇത്രയും കാലം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സ്വപ്ന സുരേഷ് വിജിലൻസിൽ കൊടുത്ത മൊഴി പ്രകാരം ഇതിൽ നടപടി എടുത്തേ പറ്റുള്ളൂ. പിണറായി വിജയനെതിരെ കേസെടുത്തേ പറ്റുള്ളൂ. പിണറായി വിജയനാണ് മുഖ്യപ്രതിയായി വരുന്നത്. പിന്നെ വേറൊരു ചോദ്യം ഇതിനകത്തുണ്ട്. FCRA പ്രകാരമുള്ള ഇത്തരം കേസുകൾ എടുക്കാൻ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിജിലൻസിന് അധികാരമില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിയായ CBIയോ അതുപോലുള്ള ഏജൻസികളോ ആണ് ഇതിൻ്റെ അന്വേഷണം നടത്തേണ്ടത്. മാത്രമല്ല എൻഫോഴ്സ്മെൻറ്റിന് ഇതിന് അധികാരമുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് കേസെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും പിണറായി വിജയൻ കുടുങ്ങുന്ന ഒരു കേസാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസ് മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യത്തിലായാലും ഡോളർ കടത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം എങ്ങനെയാണ്. ഇനി എന്തിന് നമ്മുടെ ലാവ്ലിൻ കേസ് വളരെ സിമ്പിളാണ്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിദ്യുച്ഛക്തി ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയാണ്. CIT അഖിലേന്ത്യാ പ്രസിഡന്റും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ ബാലാനന്ദൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം വിദ്യുച്ഛക്തി അസോസിയേഷൻ്റെ CIT അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അങ്ങനെയുള്ള ആളെയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് എങ്ങനെ കേരളത്തിലെ വിദ്യുച്ഛക്തി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി 1996 ഒരു കമ്മീഷനെ വെക്കുന്നു. ആ കമ്മീഷൻ 1997 ജനുവരി മാസം ഫസ്റ്റിൽ തന്നെ മസ്കറ്റിൽ വെച്ച് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇത് കിട്ടിയതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടാണ് പിണറായി വിജയൻ SNC ലാവ്ലിൻ എന്ന് പറയുന്ന കാനഡൻ കമ്പനിക്ക് ഈ 278 കോടി രൂപ ഈ കരാർ കൊടുക്കുന്നത്. എന്നാൽ ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾക്ക് വേണ്ടി 100 കോടി 50 ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യാനും സർവീസ് നടത്താനും അതേപോലെ അവർ കുറഞ്ഞ പലിശയ്ക്ക് അവർ ലോൺ കിട്ടാനും എല്ലാ സംവിധാനം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് നിഷേധിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് നിഷേധിച്ചുകൊണ്ടാണ് 278 കോടി രൂപയ്ക്ക് ഒരു കമ്പനി പോലുമല്ലാത്ത പ്രൊഡക്ഷൻ കമ്പനി പോലുമല്ലാത്ത ഒരു ഇടനിലക്കാർ മാത്രമായ SNC ലാവ്ലിൻ കമ്പനിക്ക് കരാർ കൊടുക്കുന്നത്. 278 എന്ന് പറയുമ്പോൾ 178 കോടി രൂപ അതിനകത്ത് തന്നെ അധികം വന്നു. കൂടാതെ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് 98.3 കോടി രൂപ അവിടെ നിന്ന് ഫണ്ട് സംഭാവന കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ സംഭാവനയിൽ 12.25 കോടി രൂപ മാത്രമാണ് നിയമവിരുദ്ധമായി ടെക്നിക്കാലിയ എന്ന് പറയുന്ന ചെന്നൈയിലെ കമ്പനിയിലേക്ക് മാറ്റിയത്. അങ്ങനെ മാറ്റാൻ പറ്റില്ല. FCRA പ്രകാരം മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ പ്രത്യേക അക്കൗണ്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ഈ 12.25 കോടി രൂപയിനകത്ത് 8.25 കോടി രൂപ മാത്രമേ ചെലവഴിച്ചുള്ളൂ. ബാക്കി 4 കോടി രൂപ ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ ബാക്കി പൈസ അത് 98.3 കോടി രൂപയിൽ 75 കോടി രൂപ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരുള്ള കമ്പനിയിലേക്കാണ് സിംഗപ്പൂരിലേക്ക് വന്നത്. അതിൻ്റെ രേഖയാണ് എൻ്റെ ഓഫീസിൽ നിന്ന് അവിടെ ഗുണ്ടായിസം കാണിച്ച് ഓഫീസ് കത്തിച്ച് നമ്മുടെ റിയാസ് തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ക്ലിയർ ആണ് പിണറായി വിജയനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് പാർട്ടിക്ക് അറിയില്ലെങ്കിൽ പാർട്ടിക്ക് തെളിവ് നൽകാൻ ഞാൻ തരാൻ തയ്യാറാണ്. ഫുൾ ഡോക്യുമെൻ്റ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന എല്ലാ വിവരങ്ങളും ലാവ്ലിൻ കേസിലും മലബാർ ക്യാൻസറിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ കൃത്യമായി കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതി നടത്തുന്ന പിണറായി വിജയനെതിരെ ആര് പരാതി കൊടുത്താലും പാർട്ടി അത് ഏറ്റെടുക്കേണ്ടതാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പാർട്ടിയാണ്. ഏത് കോണിൽ നിന്ന് വന്നാലും അത് ശരിയാണെന്ന് അന്വേഷിക്കാൻ അവർക്ക് അതിനുവേണ്ടിയിട്ടാണ് പാർട്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ പിണറായി വിജയനെതിരെ നടപടി വരാൻ പോകുന്നു എന്നുള്ള കൃത്യമായ അറിവ് വരുമ്പോൾ ഇനിയും പിണറായി വിജയനെ വെച്ചിരുന്നാൽ പാർട്ടി നാറും. എത്രമാത്രമാണോ ഇപ്പോൾ പാർട്ടി നാറിയിരിക്കുന്നത് അതിൻ്റെ 10 മടങ്ങ് നാറും. ആർക്കും പാർട്ടിയെ രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ രൂപത്തിലേക്കാണ്. അതുകൊണ്ടാണ് രാജീവ് അടക്കമുള്ള
നേതാക്കന്മാർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ അടക്കമുള്ള ആളുകൾ നിയമസഭയിൽ പരസ്യമായിട്ടും പിണറായി വിജയനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു വന്നു തുടങ്ങിയിരിക്കുന്നത്. ഞാനൊക്കെ പിണറായി വിജയനോട് എനിക്ക് എന്തെങ്കിലും വിരോധമുണ്ടായിട്ടല്ല, അദ്ദേഹം നടത്തിയ അഴിമതികൾ കൃത്യമായി രേഖാമൂലം എൻ്റെ അടുത്ത് CIT അഖിലേന്ത്യാ പ്രസിഡന്റായ ബാലാന്തൻ തരുകയും അതേപോലെ VS അച്യുതാനന്ദൻ എന്നോട് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ CBI അന്വേഷണത്തിനൊക്കെ കൊടുത്തത്. ബാലാന്തൻ തരുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് നന്ദകുമാർ ഒരു പോരാട്ട നായകനാണെന്ന് അറിയാം, ഐസ്ക്രീം പാർലറിലൊക്കെ നടത്തിയ പോരാട്ടം ഞാൻ ശ്രദ്ധിച്ചു, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ ആൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇത് വഴിക്കിലിട്ടിച്ച് പോവില്ല എന്നുള്ളത് ഞാൻ വിശ്വസിച്ചിട്ടാണ് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ നിയമയുദ്ധം നടത്തണം, പോരാട്ടം നടത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ അത് കൃത്യമായി നടത്തിയിട്ടുണ്ട്. പിന്നീട് VSന്റെ ഒക്കെ സഹായം അക്കാര്യത്തിൽ സാറിന് കിട്ടിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ എൻ്റെ ഓഫീസ് കത്തിച്ചതിൻ്റെ പിറ്റേ ദിവസം, അതിൻ്റെ അടുത്ത ദിവസമാണെന്ന് തോന്നുന്നു, VS അച്യുതാനന്ദനെ വിളിക്കുകയാണ്, നന്ദകുമാർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. VS ആണ്, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. എന്താണെന്ന് ചോദിക്കുമ്പം നന്ദകുമാറിന് ലാവ്ലിൻ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണത്തിന് ഹർജി കൊടുക്കാൻ തയ്യാറാണോ? ആണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഡോക്യുമെൻ്റൊക്കെ അവിടെ ഓഫീസിൽ നിന്ന് റിയാസിൽ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, അപ്പം എനിക്ക് ആ രേഖകളൊന്നുമില്ല. അപ്പം എന്നോട് പറഞ്ഞു ആ രേഖകളൊക്കെ അവിടെ എത്തിക്കോളും, അവിടെ നന്ദകുമാറെ അടുത്ത സൗഹൃദമുള്ള PC ജോർജ് അവിടെ എത്തിച്ചു തരും എന്നോട് പറയുകയാണ്. എന്നിട്ട് അത് ലാവ്ലിൻ കേസ് ഇമ്മീഡിയറ്റ് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് അഡ്വക്കേറ്റാണ് നന്ദകുമാർ താല്പര്യം? ഞാൻ ഉടനെ തന്ന രാംകുമാർ, അദ്ദേഹമായിട്ട് ഞാൻ അടുത്ത ബന്ധമാണ്. അങ്ങനെയാണ് എനിക്ക് രേഖകൾ പിന്നീട് അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് ഞാൻ CBI അന്നിൻ്റെ തലയിൽ CBI അന്വേഷണം കൊടുക്കണം എന്നുള്ള ധാരണ ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് ഞാൻ CBI അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത്. ആ രേഖകൾ എനിക്ക് എത്തിച്ചു തന്നു. വീണ്ടും PT തോമസും എന്നോട് പറഞ്ഞിരുന്നു രേഖകൾ ആവശ്യമുള്ള രേഖകൾ ഞാൻ എത്തിച്ചതാണ്. അങ്ങനെയുള്ള VS അച്യുതാനന്ദൻ കൃത്യമായിട്ട് രേഖകൾ തരിക മാത്രമല്ല, CBI അന്വേഷണം വന്ന ശേഷം അദ്ദേഹം ആലപ്പുഴയിൽ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം CBI അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ പോയി ഞാൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ CBI ഉദ്യോഗസ്ഥന്മാർ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹം CBI ഉദ്യോഗസ്ഥന്മാരെ സംസാരിക്കുകയും അങ്ങനെ CBI ഉദ്യോഗസ്ഥന്മാരോട് കൃത്യമായിട്ട് എന്തൊക്കെ രേഖകളാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതെല്ലാം ഞാൻ തരാനുള്ള കാര്യങ്ങൾ, കിട്ടാനുള്ള ഇടങ്ങൾ എവിടേക്കാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകുകയും ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി DYSP അശോകുമാറുമായി വിശദമായി സംസാരിക്കേണ്ടായി. കൃത്യമായി അന്വേഷണം അല്ലേ പോകുന്നത് എന്ന് ബോധ്യപ്പെടുകയുണ്ടായി. അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. കാരണം ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പ്രസിദ്ധീകരിക്കേണ്ട ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രത്യേക പതിപ്പ് ഇന്ന് പുറത്തിറക്കിയിട്ടില്ല. അത് പിണറായി വിജയൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് VS ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് സുധാകരൻ എഴുതിയ ഒരു ലേഖനമടക്കമുള്ള ദേശാഭിമാനിയുടെ വാരാന്ത്യ പ്രത്യേക പതിപ്പ് ഇന്ന് പുറത്തിറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പത്രത്തിൽ തന്നെ അടിച്ചിറക്കിയിരിക്കുന്നത്. അപ്പം അതിനർത്ഥം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഇപ്പോഴും പിണറായി വിജയൻ എത്രമാത്രം കലിപ്പോടുകൂടി നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. അല്ല, VSന്റെ ജനകീയ സമ്മതിക്ക് മുന്നിൽ പിണറായി വിജയൻ്റെ ജനസമ്മതി ഒന്നുമല്ല എന്നുള്ളത് കേരളം പലവട്ടം തെളിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും VSനെ കുറിച്ച് വൈകാതെ തന്നെ മറ്റൊരു എപ്പിസോഡ് എന്തിന് ദേശാഭിമാനി ആ പതിപ്പ് നിർത്തിവെച്ചു, അത് ക്രൈമിൽ നിന്ന് വൈകാതെ ഉണ്ടാകും. വളരെ നന്ദി.